ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയയെ നേരാക്കാൻ വേണ്ടിയിട്ട് ചീരുവും ഈ പറയുന്ന അനുപമയും കൂടി ചെന്നിരിക്കുകയാണ്. എടി, നിൻ്റെ വെല്ലേച്ചിയല്ലേ അമ്മ മരിച്ചതിൽ പിന്നെ നിങ്ങളെയൊക്കെ എടുത്ത് വളർത്തി ഇന്ന് ഈ ലെവലിലേക്ക് എത്തിച്ചത് നിൻ്റെ വെല്ലേച്ചിയല്ലേ, നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം ദയ പറയാണ്, അവരെന്നോട് പെരുമാറുന്നതോ നിൻ്റെ ചേച്ചിയല്ലേ, നീ അത് ആലോചിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അനുചേച്ചിയോടും ഈ പറയുന്ന ചീരി ചേച്ചിയോടാണ് ചെയ്തതെങ്കിൽ ചീരി ചേച്ചി പ്രതികരിക്കില്ലേ? പണ്ട് അമ്പിളി ചേച്ചി എന്തോ പറഞ്ഞതിനല്ലേ ചീരി ചേച്ചി അമ്പിളി ചേച്ചി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ മറന്നോ? നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്വഭാവം വരും. അവരുടെ എല്ലാ കാര്യത്തിനും അവർ ഈ ചുഴ്ന്നു നോക്കലും ഈ എത്തി നോക്കുന്ന അവരുടെ ഈ സ്വഭാവം ഇടല്ല, അത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ ദയ പറയുന്നു കേട്ടോ. അപ്പോഴാണ് ഉമ്മറത്ത് ഒരാൾ വന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട അനുഭവം അറിയണം, അത് ഇന്ദ്രേട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വരികയാണ്. അങ്ങനെ ഇന്ദ്രനെ കാണുമ്പോൾ എല്ലാവരും പുറത്ത് വരിക കേട്ടോ. ദയയും ഈ പറയുന്ന ഈ ചീരവും അനുപമയൊക്കെ പുറത്ത് വരികയാണ്. അപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മോനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അനുപമ പറയാണ്, ഈ വഴിയൊക്കെ അറിയായിരുന്നോ? പിന്നെ അമ്മ പറഞ്ഞത് കൊണ്ടാണ് വന്നത്. അപ്പോൾ ഉടൻ തന്നെ അനുപമക്ക് കാര്യങ്ങൾ മനസ്സിലായി. അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഇല്ലേ എത്തിയത് എന്നിങ്ങനെ അനുപമ ചോദിക്കാൻ. അതെന്താ അനു, നിന്നെ കാണാൻ ഞാൻ വരാറില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു കേട്ടോ. അല്ല, ഇവിടെ വേറെ ആരുമില്ലേ? അമ്പിളി ചേച്ചിയെ കണ്ടില്ലല്ലോ, അമ്പിളി ചേച്ചി രഘുവേട്ടനൊക്കെ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദയക്ക് കിട്ടിയ അവസരം കേട്ടോ. ദയ പറയണേ, അവരൊന്നും ഇവിടെ ഇല്ല, ഈ വീട് വിട്ട് അവരിറങ്ങിയിരിക്കുന്നു എന്ന് പറയണ കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന ഇന്ദ്രൻ കൂടുതൽ ത്രില്ലായി. കാരണം ഇന്ദ്രനിലോട്ട് തന്നെ വീണ്ടും പോയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ചോദിക്കും, അതെന്താ അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അത് കേട്ട ഉടനെ പറയണേ, അതെ, അമ്പിളി ചേച്ചി ഉണ്ടല്ലോ എല്ലായിടത്തും മറ്റുള്ളവരെ ഭരിക്കുന്നത് പോലെ വീണ്ടും ഈ വീട്ടിൽ വന്ന് ഭരിക്കാനാണ് അമ്പിളി ചേച്ചി രഘുവേട്ടനും വിചാരിച്ചിരിക്കുന്നത്. എഴുതേ, നീ ഒന്നും മിണ്ടാതിരിക്കടി എന്ന് ചീരി പറയുമ്പോൾ, മിണ്ടാതിരിക്കുക ചേച്ചി, ഉള്ളത് പോലെ പറയണല്ലോ. അനുപമക്കാണെങ്കിലോ ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്ര, അതിന് മാത്രം എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? അതെ, അവർക്ക് എല്ലാ കാര്യത്തിലും ഈ വീട്ടിലെ ഭരണം അവർക്ക് നടത്തണമെന്ന് ഞാനും അവരുമായി ഒന്നോ രണ്ടോ വഴക്കുണ്ടായി. അങ്ങനെ വഴക്ക് കൂടുന്ന ഇടയിൽ രഘുവേട്ടൻ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് ഇറങ്ങിപ്പോവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയണേട്ടാ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ മനസ്സിലാക്കാണ്. ഇവിടെ ഇങ്ങനെയാണല്ലേ. എന്നാൽ തൻ്റെ അമ്മ പറയുന്നത് പോലെ താനിനി ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരു അവസരമാണ് എന്നിങ്ങനെ ഇന്ദ്രൻ മനസ്സിലാക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം തമ്പായിയുടെ അടുത്തോട്ട് നന്ദുവിൻ്റെ ഫോട്ടോവുമായി ചെല്ലാണ്. അപ്പോൾ തമ്പായിയോട് പറയാണ്, അവർ തമ്മിൽ ഇന്ന് വഴക്കിട്ടിരുന്നു. അതിൽ ആ മൂത്തവനുണ്ടല്ലോ, ആ അമ്പിളിയും അവളിൻ്റെ ഭർത്താവും, അനന്തനെ പോലെ ചുണക്കുട്ടനായ കാര്യസ്ഥൻ അല്ലേ, അവൻ തന്നെ, അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന തമ്പായിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ തമ്പായി പറയാണ്, എന്തായാലും അവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അത് കേട്ട കാര്യസ്ഥൻ ബാക്കിയുള്ളവർ പറയണേ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തമ്പായി പറയണേ, മുന്നോട്ടുള്ള നീക്കങ്ങൾ ഞാൻ പറയാം, അത് ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പറയട്ടോ. അങ്ങനെ ഇനി ദയക്ക് തമ്പായിൽ നിന്ന് ഉഗ്രം പണിയാണ് കിട്ടാൻ പോകുന്നത്. എന്നാൽ ഈ സമയം വിനയനാണെങ്കിൽ അനന്തൻ മാഷിനെയും കാത്ത് ഒത്തിരി നേരമായി ഇരിക്കുന്ന ഈ പറയുന്ന സരോജിനി ചായയൊക്കെ കൊടുന്നു കൊടുക്കുകയാണ്. അപ്പോൾ സരോജിനി പറയുന്നുണ്ട്, അനന്തമാഷ് എങ്ങോട്ടാ പോവാന്ന് പറയാൻ കഴിയില്ല, മൂപ്പര് ഒരു സ്ഥലത്ത് നിന്ന് മൂപ്പര് വേറെ സ്ഥലത്തോട്ട് പോകും, അങ്ങനെയാണ് മാഷ് ഒരുപാട് ചുറ്റുവട്ടങ്ങളുള്ള ഒരാളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ വിനയം പറയണേ, ഞാൻ എന്തായാലും മാഷിനെ കണ്ടിട്ടേ പോളൂ, കാരണം എൻ്റെയാണ് ആവശ്യം, എനിക്ക് ഈ ജോലി നല്ലൊരു ജോലിയാണ് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിനയൻ ഒത്തിരി നേരം പിന്നെ ഇരിക്കും, പക്ഷെ കാണുന്നില്ല. അങ്ങനെ വിനയൻ അവിടെ നിന്നും ഇങ്ങനെ പതുക്കെ ഇറങ്ങുന്ന സമയത്താണ് രഘു വരുന്നത് കേട്ടോ. രഘു ആണെങ്കിൽ കാണുന്ന കാഴ്ച വിനയനെ ആയിരിക്കും മുന്നിൽ. അപ്പോൾ അമ്പിളിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കയറുകയാണ്. ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇനി ഇവൻ്റെ മുഖവും കാണണോ? അമ്പിളി, നീ ഒന്ന് അടങ്ങി, എന്തിനാണ് അവൻ വന്നിരിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ പറയുന്നത് ഇങ്ങനെയായിരിക്കും, രഘുട്ടാ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാണ്. എന്താ വിനയ, എന്ത് കാര്യമാണ്? അതെ, എനിക്ക് മാഷിനെ ഒന്ന് കാണണം. മാഷിനെ കാണുക? അതെന്തിനാ നീ അമ്മാവനെ കാണുന്നത്? അതെ, എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, നല്ല ജോലിയാണ്, ആ ജോലി എനിക്ക് കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പോലീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുഴപ്പമൊന്നും 3-4 വർഷങ്ങളായി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ
തീർച്ചയായും എനിക്ക് ജോലി കിട്ടും. അതിനിപ്പോൾ നീ ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് അമ്പിളി കുറച്ച് ചാടിയും കൊണ്ട് ചോദിക്കൂട്ടാ. അപ്പോൾ ഉടൻ തന്നെ പറയണേ, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്പിളി ചേച്ചി. അപ്പോഴേക്കും രഘു പറയണേ, അമ്പിളി നീ ഇങ്ങനെ ചൂടായി സംസാരിക്കല്ലേ. അപ്പോൾ വിനയം പറയണേ, ഇതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ അങ്ങനെ തെറ്റുകളാണല്ലോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല രഘുട്ടാ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രഘു പറയണേ, കാര്യം പറ എന്ന് പറയുമ്പോൾ, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മഞ്ചാടിയുടെ ആ ഒരു കേസില്ലേ, മഞ്ചാടി ആ കേസുമായുള്ള ആ ഒരു കാര്യം എന്നിൽ നിന്ന് എൻ്റെ പേര് കൊടുത്തിരിക്കുന്ന ആ പരാതിയില്ലേ അത് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും. എനിക്ക് ഈ ജോലി കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയാം കേട്ടോ. ഇത് കേട്ടോടെ തന്നെ, അതെങ്ങനെ ശരിയാവും വിനയ? അത് ശരിയാവില്ല, അതൊരിക്കലും ശരിയാവില്ല. നീ ഞങ്ങളുടെ കുടുംബത്തോട് കാണിച്ച ദ്രോഹങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിൻ്റെ പേരിൽ കൊടുത്ത കേസ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? അതൊരിക്കലും നടക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന, പ്ലീസ് രഘുട്ടാ എനിക്ക് വേണ്ടി പ്ലീസ് എന്ന് പറയണേട്ടാ. അപ്പോൾ രഘു പറയണേ, ഇതുവരെ ആയിരുന്നെങ്കിൽ ഞാൻ അമ്മാവനോട് പറഞ്ഞ് കാര്യങ്ങൾ ഞാൻ ശരിയാക്കി തന്നിരുന്നു. അമ്മാവനോട് പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹിച്ചതുപോലെ തന്നെ കേസ് വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷെ വിനയ, ഇനി ഞാനത് ചെയ്യില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന വിനയം പറയും, അതെന്താ രഘുവേട്ടാ? ചെയ്യാത്തതൊന്നുമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇനി ഇടപെടുന്ന ആ ഒരു സ്വഭാവം ഇനി ഞാൻ നിർത്തി. കൂടപ്പറപ്പുകളാണ്, സ്വന്തമാണ്, ബന്ധമാണ് എന്നൊക്കെ കരുതി പലതും സഹിച്ചും ത്യജിച്ചും നിന്നിട്ട് ലാസ്റ്റ് ഇന്ന് എനിക്ക് പോയതുപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരേണ്ടി വന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഭാര്യയും ഈ നിൽക്കുന്ന എൻ്റെ മകളും മതി. വേറെ ഒരു കാര്യത്തിൽ ഞാൻ ഇല്ല എന്ന് പറയാനിട്ടോ. അതുകൊണ്ട് വിനയൻ എന്നോട് ക്ഷമിക്കണം. വിനയൻ നന്നായിട്ടുണ്ട്, വിനയന് സ്വഭാവത്തിൽ മാറ്റവുമുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ കാര്യം അത് തീരുമാനിക്കേണ്ട ആൾ ഞാനല്ല, അത് മാഷാണ്, ഈ പറയുന്ന എൻ്റെ അമ്മാവനാണ്. അതുകൊണ്ട് എൻ്റെ അമ്മാവൻ വരുന്ന സമയത്ത് വിനയൻ ഇവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കൈ ഒഴിയാണ് കേട്ടോ. ഇതേ സമയം വിനയൻ ഭയങ്കര സങ്കടത്തിലാവാണ്. അങ്ങനെ രഘുവിൻ്റെ ഈ മാറ്റം ഒരിക്കലും അമ്പിളിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ അമ്പിളി അകത്തോട്ട് ചെന്നിട്ട്, രഘുട്ട എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അമ്പിളി ഇനി ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇനിയെങ്കിലും നീ ഇങ്ങനെ ഇടപെടുന്നതിനെ സംസാരിച്ച് വെറുപ്പ് സമ്പാദിക്കേണ്ട. വിനയന് ചെയ്തതൊക്കെ ഇതുവരെയുള്ള പ്രവൃത്തികൾ എന്തെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തി നാളെ ചീരുവും വിനയും ഒന്നിക്കുന്നുണ്ടെങ്കിൽ വിനയൻ്റെ മനസ്സിൽ ഒരു കലിപ്പ് നീ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പ്രശ്നം ഓരോരുത്തർ തന്നെ പരിഹരിച്ചോട്ടെ. നമ്മളെ ഇടയിൽ നിന്ന് ആർക്കെന്ത് ചെയ്തു കൊടുത്തിട്ടും നന്ദിയില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇന്ന് നീ ഇടയിൽ നിന്ന് കിട്ടിയത്. ഇനി മറ്റുള്ളവരിൽ നിന്ന് അത് കിട്ടാൻ നിൽക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്പിളിക്ക് വല്ലാത്ത സങ്കടമാവണേട്ടാ. അങ്ങനെ ചീരുവിൻ്റെ കാര്യത്തിൽ ഇനി ഇടപെട്ട് ചീരുവിന് ഇനി നാളെ ചോദ്യം ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? അതും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് മനസ്സിലാക്കാണ്. എന്നാൽ ഈ സമയം ഇന്ദ്രൻ നേരെ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലാണ്, സുശീലയുടെ അടുത്തോട്ട്. അങ്ങനെ സുശീലയോട് കാര്യങ്ങൾ പറയാണ്. അപ്പോൾ സുശീല പറയണേ, ഞാൻ പറഞ്ഞത് ഇപ്പം എന്തായി? ആ മാഷിൻ്റെ 5 പെൺമക്കളും അടിച്ച് പിരിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ നടന്നില്ലേ? അതിലാദ്യത്തെ തെളിവ് അമ്പിളി, അവൾക്ക് കിട്ടേണ്ടത് ഇങ്ങനെ കിട്ടി. ഇനി ബാക്കിയുള്ളവർ ഓരോരുത്തരായി തമ്മിൽ കടി കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നീ കണ്ടോ? അനന്ത മാഷിൻ്റെ മക്കൾ അങ്ങനെയാണ്. അനന്ത മാഷിൻ്റെ മക്കൾക്ക് എന്ത് സുഖവും സൗകര്യവും കിട്ടിയിട്ട് കാര്യമില്ല. അവർക്കത് ആസ്വദിക്കാനും സ്നേഹത്തോട് പങ്കിടാനും അവർക്കത് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ അതിലൊരു ശരിയുണ്ടെന്ന് തോന്നണം. എന്നാൽ ഈ സമയം ഇന്ദ്രനോട് പറയണേട്ടാ, ഇനിയാണ് നീ നിൻ്റെ കിട്ടിയ അവസരത്തിൽ നീ മുതലെടുക്കേണ്ടത്. നീ ഇപ്പോൾ അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കി തന്നെ നീ ഇനി അങ്ങോട്ടേക്ക് നിൽക്കാൻ പോകണമെന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന അമ്മ എന്താ ഈ പറയുന്നത്? എടാ, നീ ഇപ്പോഴാണ് അനുപമക്കും ഈ പറയുന്ന ദയക്കും സഹായിയായി നീ ചെല്ലേണ്ടത്. അപ്പോൾ തീർച്ചയായും നിനക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടും. ആ സ്ഥാനം, രഘുവിൻ്റെ സ്ഥാനം നീ തട്ടിയെടുത്ത് അനന്തമാഷിൻ്റെ കൈകളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നു കേട്ടോ.